ഒരു പള്ളിപ്പെരുന്നാൾ കൂടാൻ പോയാലോ? പണ്ടത്തെ അത്ര വൈബൊന്നും ഇല്ലെങ്കിലും വേറെ ആൾക്കാർ ആരും ഇല്ലെങ്കിലും ഉള്ള വൈബൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചായമ്മ ഇന്നലെ വിളിച്ചപ്പോഴും ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വരവ് ചായമ്മയ്ക്ക് തീർത്തും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ഞങ്ങൾക്ക് മുടക്കായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ സമയമായിപ്പോൾ പെരുന്നാളല്ലേ, വീട്ടിലിരിക്കാൻ തോന്നിയില്ല, ഞങ്ങൾ ഇറങ്ങി പുറത്തു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പിള്ളേരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാവില്ലേ, അതാണ് ഞങ്ങൾ പോകാനുള്ള മെയിൻ കാരണം. പിന്നെ പണ്ടത്തെ ഞങ്ങളുടെ പെരുന്നാളിന്റെ വൈബ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ഞങ്ങളുടെ അപ്പച്ചനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കസിൻസിനെ എല്ലാം മിസ് ചെയ്തു. അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ ആൻറ്റി റെഡിയാക്കി കൊണ്ടുവന്നായിരുന്നു. കഴിക്കാനുള്ള ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിട്ട് പോയി. വൈകുന്നേരം ചെന്നിട്ട് അമ്മച്ചീനെ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ല. ഞങ്ങളുടെ വീടിന്റെ മുന്നേ കൂടെയാണ് പ്രതീക്ഷണ പോണേ. പണ്ടായിരുന്നു ഞങ്ങളെ വീടിന്റെ മതിൽ മുഴുവനും തിരിവെച്ച് അലങ്കരിക്കുമായിരുന്നു. ഈ വർഷം മുടക്കായിരുന്നോണ്ട് ഒരു ചെറിയ സ്റ്റൂളിൽ മാത്രം ഒതുക്കും. പിന്നെ പള്ളിക്കടെ കുറേ കറങ്ങി പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു, പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ലൈറ്റൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം അതിലൊക്കെ നടന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10 മണിയാവും. ഞാനും എൻ്റെ അനിയനും എൻ്റെ കസിൻസും നേരത്തെ ഉറപ്പായിട്ട് സ്കൂളിൽ അവധി പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമായിരുന്നു കേട്ടോ, കാര്യയിൽ പള്ളിപ്പെരുന്നാൾ. എല്ലാവരെയും പെരുന്നാളിന് ഒരുപാട് മിസ് ചെയ്തു കേട്ടോ.